കൊച്ചിയിൽ നിന്ന് ഗായത്രി ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് ഒരു പുതിയ വിവരവുമായി വരികയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പാചകവാതക വില കൂട്ടിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വാണിജ്യ സിലിണ്ടറിൻ്റെ വിലയാണ് വർദ്ധിപ്പിച്ചത്. ഗായത്രി ഇതാ കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി വരുന്നു. ഗായത്രി, നമ്മുടെ ചെറുകിട ഹോട്ടലുകളെയും ഇടത്തരക്കാരെയും ഒക്കെ വലിയ തോതിൽ ബാധിക്കുന്നതാണ്. എങ്ങനെയാണ് ഈ അടുത്ത കാലത്തും കൂട്ടിയിരുന്നു? ഇന്നെങ്ങനെ കൂട്ടി? എത്ര കൂട്ടി? തുടർച്ചയായ രണ്ടാം മാസമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിൻ്റെ വില കൂട്ടിയിരിക്കുന്നത്. സാധാരണയായി എല്ലാ മാസത്തിൻ്റെയും ആദ്യ ദിനമാണ്, അല്ലെങ്കിൽ ആദ്യ ദിവസങ്ങളിലാണ് വില കൂട്ടുമ്പോഴൊക്കെ കൂട്ടാറുള്ളത്. ഇത് തുടർച്ചയായി രണ്ടാം മാസം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ, അല്ലെങ്കിൽ ഈ മാർച്ച് 1 സംഭവിക്കുന്ന പ്രത്യേകത. കഴിഞ്ഞ മാസം ബജറ്റിനോട് രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാന ബജറ്റ്, അതിനു മുമ്പായി വില കൂട്ടിയിരുന്നു. അന്ന് 14 രൂപ അടുപ്പിച്ചാണ് കൂട്ടിയത്. അന്നത്തെ റേറ്റ്, ഒരു റീറ്റെയിൽ പ്രൈസ് 1769 രൂപ 50 പൈസ എന്ന നിലയിലാണ് റീറ്റെയിൽ ആയിട്ടുണ്ടായിരുന്നത്. ഓരോ സംസ്ഥാനത്തിനും അത് വില മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എന്തായാലും 25 രൂപ 50 പൈസയാണ് ഇന്ന് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതായത് 1795 രൂപ മേലെ റീറ്റെയിൽ പ്രൈസ് വരുന്നു. അത് കൊച്ചിയിൽ എത്തുമ്പോൾ 1806 ആകും. അതുപോലെ ഓരോ ജില്ലയിലും അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തും മാറിക്കൊണ്ടിരിക്കും. അത്തരത്തിൽ 1800 രൂപയ്ക്ക് മുകളിലായി ഈ പാചകവാതക സിലിണ്ടറിൻ്റെ വില കൂടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹോട്ടൽ രംഗത്തുള്ളവരെയാണ് അത് ബാധിക്കുക. അത് ഏറ്റവും രൂക്ഷമായി ബാധിക്കുക ചെറുകിട വ്യവസായികളെയാണ്, ചെറുകിട ഹോട്ടൽ രംഗത്തുള്ള ആളുകളെയാണ്. തുടർച്ചയായ വിലവർദ്ധനമാണ് സംഭവിക്കുന്നത്. ഗ്യാരണ്ടികൾ ഗായത്രി പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലൊരു പ്രവണതയുണ്ട്. നമ്മൾ കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെ കൂട്ടി മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാവുന്നതിൻ്റെ ഒരു പരമാവധിയിലെത്തിക്കുക. അപ്പോഴേക്കും ഒരു തെരഞ്ഞെടുപ്പ് വരും, അപ്പം മെല്ലെ കുറയ്ക്കുക. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും കാര്യത്തിലൊക്കെ നമ്മൾ കാത്തിരിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമ്പോൾ ആളുകളുടെ ഒരു ആശ്വാസം അതാണ്. ഇനി അതിന് ആ സമയമാകുമ്പോൾ കുറച്ച് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയൊക്കെ കുറയും, കാരണം വോട്ട് കുത്തേണ്ടതാണല്ലോ. അപ്പോൾ ആ തരത്തിലൊരു അന്തരീക്ഷം, ഇങ്ങനെയൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്ന് കഴിഞ്ഞ കുറേ നാളുകളായി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു രീതി അങ്ങനെയാണ് പോകുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ അങ്ങനെ ഒരു കുറവ് പ്രതീക്ഷിക്കും ആളുകൾ. തെരഞ്ഞെടുപ്പ് വരാറായിട്ടുണ്ടാവും ഇതൊക്കെ കുറയുമ്പോൾ. ഇപ്പോൾ ഏതായാലും കൂടി നിൽക്കുകയാണ്. അപ്പോൾ പ്രഖ്യാപനം വരാൻ ശകല സമയം കൂടി ബാക്കിയുണ്ട് എന്നാണ് അതിനർത്ഥം. നടക്കട്ടെ, നമുക്ക് നോക്കാം. ശരി ഗായത്രി, താങ്ക് യു.